ചരിത്രത്തിൽ സ്വാഭാവിക അഭിനയത്തിലൂടെയും തന്റേതായ ശൈലിയുടെയും സ്വന്തം ഇരിപ്പിടം ഉറപ്പിച്ച ഒരു അപൂർവം നടിമാരിൽ ഒരാളാണ് ഉർവശി. എന്നാൽ വെള്ളിത്തിരയിൽ ചിരിപ്പിച്ചും കരയിപ്പിച്ചും വിസ്മയിപ്പിച്ച ഈ കലാകാരിയുടെ സ്വകാര്യ ജീവിതം എപ്പോഴും ഒരു രഹസ്യമായി തുടർന്നിരിക്കുന്നു. പൊതുവേദിയിൽ വ്യക്തിപരമായ കാര്യങ്ങൾ അധികം ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഉർവശി തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ ഒരു കാലഘട്ടത്തെക്കുറിച്ചും ആദ്യ വിവാഹ ബന്ധം വേർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് താൻ നേരിട്ട ആരോപണങ്ങളെക്കുറിച്ചും അതിജീവനത്തിന്റെ വഴികളെക്കുറിച്ചും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മനസ്സ് തുറക്കുകയുണ്ടായി. ഈ തുറന്നു പറച്ചിലുകൾ ഒരു അഭിനേത്രി എന്നതിലുപരി ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ ഉർവശി കടന്നുപോയ തീവ്രമായ അനുഭവങ്ങളുടെ നേർചിത്രമാണ്. പ്രമുഖ നടൻ മനോജ് കെ ജെയിനുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞ സമയത്ത് ഉർവശിക്ക് നേരെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണങ്ങളിൽ ഒന്നാണ് അവർ മദ്യപാനത്തിന് അടിമയായി എന്നതായിരുന്നു. ഈ ആരോപണം ഉർവശിയുടെ വ്യക്തിജീവിതത്തെയും പൊതുസമൂഹത്തിലെ പ്രതിച്ഛായയെയും സാരമായി ബാധിച്ചിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കവേ താൻ എങ്ങനെയാണ് മദ്യപാനം ആരംഭിച്ചത് എന്നതിനെ കുറിച്ച് നടി വിശദീകരിച്ചു. മനോജ് കെ ജെയിനെ വിവാഹം കഴിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന ശേഷമാണ് താൻ മദ്യപാനം ശീലമാക്കിയത്. ആ വീട്ടിലെ അന്തരീക്ഷത്തിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. ഉർവശിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അനുഭവമായിരുന്നു. മാത്രമല്ല അത്ഭുതകരവും. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരാൾക്ക് ഇത്തരം ഒരന്തരീക്ഷം ഒരു താൽക്കാലിക ആശ്വാസമായി തോന്നാമെങ്കിലും അതിന്റെ അനന്തരഫലങ്ങൾ ഗുരുതരമായിരുന്നു. ഒരു ദിവസം രാത്രി ആഘോഷിച്ച് മദ്യപിച്ച ശേഷം പിറ്റേ ദിവസം രാവിലെ കൃത്യസമയത്ത് ജോലിക്കായി പോകേണ്ടിയിരുന്നത് ഉർവശിയായിരുന്നു. കുടുംബത്തിന്റെ വരുമാന മാർഗം പ്രധാനമായും തന്റെ ജോലിയിൽ നിന്നായിരുന്നു. ഈ സാഹചര്യത്തിൽ വയറ്റിപ്പഴുപ്പിന് വേണ്ടി ഓടേണ്ടി വന്ന കഷ്ടപ്പാടും ഭർത്താവിന്റെ വീട്ടിലെ അന്തരീക്ഷത്തിൽ വന്ന മാറ്റങ്ങളും തന്നെ അറിയാതെ മറ്റൊരാളായി മാറ്റുകയായിരുന്നു എന്ന് ഉർവശി പറയുന്നു. ഈ തിരിച്ചറിവുണ്ടാകുമ്പോൾ ഒരുപാട് വൈകിയിരുന്നു. സാധാരണയായി അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ ഒരു താൽക്കാലിക ആശ്വാസത്തിനായി പലരും ഇത്തരം ലഹരി ഉപയോഗങ്ങൾ ഒരു റിലാക്സേഷൻ മാർഗമായി കാണാറുണ്ട്. ഉർവശിയുടെ കാര്യത്തിലും അത് സംഭവിച്ചു. അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിച്ചപ്പോൾ മദ്യപാനം കൂടുതൽ കൂടാൻ തുടങ്ങി. എന്നാൽ തന്റെ ശാരീരിക അവസ്ഥയ്ക്ക് താങ്ങാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അത്. മദ്യപാനം കൂടിയതോടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി. ഉറക്കം നഷ്ടപ്പെട്ടു. ഭക്ഷണം കഴിക്കാതെയായി. മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഒരു വ്യക്തി ആദ്യം ഭക്ഷണത്തെയാണ് വെറുക്കുന്നത്. ഇങ്ങനെ ഭക്ഷണവും ഉറക്കവും ഇല്ലാതായപ്പോൾ മാനസിക നില ആകെ തകർന്നു. ഈ അവസ്ഥയിൽ ചുറ്റുപാടുകളെ കുറിച്ചോ സ്വന്തം ഉത്തരവാദിത്തങ്ങളെ കുറിച്ചോ ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ഈ വിഷമഘട്ടത്തിൽ തന്റെ പേഴ്സണൽ സ്റ്റാഫും അടുത്ത സുഹൃത്തുക്കളുമാണ് തനിക്ക് കൈത്താങ്ങായത്. അവരുടെ പിന്തുണയാണ് ആ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് പുറത്തു വരാൻ ഉർവശിയെ സഹായിച്ചതും. ആരുടെയും കുറ്റമായി ഈ അവസ്ഥയെ കാണുന്നില്ലെന്നും മറ്റുള്ളവർക്ക് മദ്യപാനം ഒരു പ്രശ്നമാകുന്നില്ലെങ്കിലും തനിക്കത് താങ്ങാൻ കഴിയില്ലെന്നും അവർ പറയുന്നു. ഈ തിരിച്ചറിവാണ് ചില നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ ഉർവശിയെ പ്രേരിപ്പിച്ചത്. ഈ വിഷയങ്ങളെ കുറിച്ച് സത്യം തുറന്നു പറയേണ്ടെന്ന് തന്റെ വീട്ടുകാരും സുഹൃത്തുക്കളും ആദ്യം ഉപദേശിച്ചിരുന്നു. കുഞ്ഞിന്റെ ഭാവിയെ ഓർത്താണ് ഉർവശി അക്കാലത്ത് മൗനം പാലിച്ചത്. എന്നാൽ വിവാഹബന്ധം വേർപിരിയുന്നതുമായി ബന്ധപ്പെട്ട് മറുഭാഗത്ത് നിന്ന് വന്ന പല വിശദീകരണങ്ങളും ശരിയായ രീതിയിലായിരുന്നില്ല. ഇത് ഉർവശിയെ വീണ്ടും പ്രകോപിപ്പിച്ചു. തനിക്കൊപ്പമുള്ളവർ അപ്പോൾ ആവശ്യപ്പെട്ടത് കാര്യങ്ങൾ വളച്ചൊടിക്കരുത്, സത്യം വെളിപ്പെടുത്തേണ്ടത് തന്റെ കടമയാണ്, പ്രത്യേകിച്ച് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ തന്റെ നിലപാട് വ്യക്തമാക്കണം എന്നായിരുന്നു. 1985 മുതൽ 1995 വരെയുള്ള കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഉർവശി ആരായിരുന്നെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. എന്നാൽ ആ കാലഘട്ടത്തിന് ശേഷം തന്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾക്ക് വ്യക്തമായ കാരണങ്ങളുണ്ടെന്നും അവർ തുറന്നു പറഞ്ഞു. ഭർത്താവിന്റെ വീട്ടിൽ പോയി ജീവിക്കേണ്ടവളാണ് ഒരു സ്ത്രീയെന്നും ഭർത്താവിനെ മാത്രമല്ല ആ വീട്ടുകാരെയും അനുസരിച്ച് ജീവിക്കണം എന്നുമായിരുന്നു തന്റെ കുടുംബം തന്നെ പഠിപ്പിച്ചത്. അതുപോലെ ജീവിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ജീവിത രീതി ശരിയല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കുറച്ചധികം സമയമെടുത്തു. ആദ്യ വിവാഹ ബന്ധത്തെ ഒരു ദുരന്തമായി കാണാൻ ഉർവശി ഇപ്പോൾ തയ്യാറല്ല. ആ വിവാഹം തനിക്ക് ഒരു കുഞ്ഞു ജനിക്കാനുള്ള നിയോഗമായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് അവർക്കിഷ്ടം. ആരെയും കുറ്റം പറയുന്നില്ല. ഓരോ വ്യക്തികളെയും ദൈവം ഓരോ രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തന്റെ ജീവിതത്തിലും ഇനിയൊരു നിയോഗം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കാര്യങ്ങളിൽ തനിക്ക് വിഷമങ്ങളില്ലെന്നും ആ പഴയ അനുഭവങ്ങളെല്ലാം ഒരു പാഠമായി കാണുന്നുണ്ടെന്നും ഉർവശി വ്യക്തമാക്കി. സ്വന്തം അനുഭവങ്ങളെ ഇത്രത്തോളം സത്യസന്ധമായും വികാരപരമായും തുറന്നു പറഞ്ഞ ഉർവശി തന്റെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളെ മറികടന്ന് അതിജീവനത്തിന്റെയും കരുത്തിന്റെയും പ്രതീകമായി മുന്നോട്ട് പോവുകയാണ്.